ഹായ്, ഞാൻ അനുപ്രിയ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് തേർഡ് ഇൻ്റേണൽസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് ഒരു പ്രാക്ടിക്കലും കൂടിയാണുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കോളേജിൽ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോളേജ് മുഴുവൻ ഒരു കലോത്സവ മൂഡായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഇൻ്റർസോൺ കലോത്സവം. ഇൻ്റർസോൺ കലോത്സവം എന്താണെന്ന് വെച്ചാൽ KHS യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള എല്ലാ കോളേജുകളും, അതായത് ഹോമിയോ കോളേജ്, ആയുർവേദ കോളേജ്, നഴ്സിംഗ് കോളേജ്, അങ്ങനെ ഒരു മെഡിക്കോസിൻ്റെ തന്നെ ഒരു കലോത്സവമാണ്. ഇതിനു മുമ്പായിട്ട് നോർത്ത് സോൺ, സെൻട്രൽ സോൺ, സൗത്ത് സോൺ, അങ്ങനെ 3 സോണുകളായിട്ട് കേരളത്തിലെ കോളേജുകളിൽ ആദ്യം പ്രോഗ്രാംസ് നടത്തും. എന്നിട്ട് അതിൽ പ്രൈസ് കിട്ടുന്ന ഇവൻറ്റ്സാണ് പിന്നീട് ഇൻ്റർ സോണിൽ വരിക. ഇത്തവണ അത് CMCയിൽ വെച്ചിട്ടായിരുന്നു. MBBSൻ്റെ ഒരു 5.5 വർഷ കാലയളവ് തന്നെ നമ്മുടെ കോളേജിൽ വെച്ചിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റിയത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പരിപാടികളെല്ലാം ഭയങ്കര ഉഷാറായിട്ട് കഴിഞ്ഞു. ഇനി പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് എന്തായെന്ന് എനിക്കറിയില്ല. സോ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി വരാൻ പോണത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, PSM ഉണ്ട്. അപ്പോൾ ഞാനും അനുപമയും കൂടി ഇരുന്ന് പഠിക്കാമെന്ന് കരുതി. സോ PSM എന്ന് പറയുമ്പോൾ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ, അതായത് രോഗം വരുന്നതിന് മുമ്പ് തടയാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവയർനെസ്സുകൾ, പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ്, വാക്സിനേഷൻ, ഹെൽത്ത് കെയർ സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു സബ്ജക്റ്റാണിത്. ഇതാണ് PSMൻ്റെ ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ പ്രാക്ടിക്കലിന് കാര്യമായിട്ട് പഠിക്കേണ്ടത് റെക്കോർഡാണ്. ഒരു വൈകുന്നേരമൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കിനും ഭയങ്കര മഴയായി പുറത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു ചെറുതായിട്ടൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന്. കറൻ്റ്ലി ഇപ്പോൾ ഞങ്ങൾക്ക് തേർഡ് ഇൻ്റേണൽസ് ആണ് നടക്കുന്നത്. അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ആണല്ലോ. ഇതും കൂടി കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അങ്ങനെ തേർഡ് ഇയറും കഴിയും. ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഡയറി എന്നുള്ള ബുക്കാണിത്. പ്രശസ്ത ന്യൂറോളജിസ്റ്റും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഡോക്ടർ K. രാജശേഖരൻ നായർ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കരിയറിൽ ഉണ്ടായിട്ടുള്ള ചില ചികിത്സാനുഭവങ്ങളെ പറ്റിയൊക്കെ പറയുന്നൊരു ബുക്കാണിത്. ഈ മെഡിസിന് പഠിക്കുന്ന കുട്ടികൾക്കും ആരോഗ്യരംഗത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന സാധാരണ വായനക്കാർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്നൊരു ബുക്ക് തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ സ്റ്റഡി ലീവ്.